ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഗീതാമാധുര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗീതാമാധുര്യത്തിലെ നമ്മൾ പഠിക്കുന്ന ശ്ലോകം, ശരിക്ക് ജ്ഞാന കർമ്മ സന്യാസ യോഗം പഠിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയില്ലേ ജ്ഞാനത്തിന്റെ കലവറ, അല്ലെങ്കിൽ അപാരമായ തത്വങ്ങളുടെ കലവറയാണ്. അത് ലളിതമായിട്ട് പഠിക്കണം, അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്ന്. ലളിതമായിട്ട് പഠനം നടത്തുമ്പോഴാണ് നമുക്ക് അത് ഹൃദയത്തിനുള്ളിലേക്ക് കയറുകയുള്ളൂ. 9ാമത്തെ ശ്ലോകമാണ് അതിൽ പഠിക്കുന്നത്. അർജുന, മേ ദിവ്യം ജന്മ, ദിവ്യമായ എന്റെ ജന്മവും, കർമ്മ ച ഏവം തത്വത, കർമ്മരഹസ്യവും ഇപ്രകാരം വേത്തി സ, ആരാണോ അറിയുന്നത്, ദേഹം ത്യക്ത്വാ, ദേഹം ഉപേക്ഷിച്ചിട്ട്, പുനഃ ജന്മ ന ഏതി, പുനർജന്മത്തെ പ്രാപിക്കാതെ, മാം ഏതി, എന്നിൽ ലയിക്കുന്നു. ഇവിടെ ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണ് എന്ന് പൂർണ്ണമായി നമ്മളെ ബോധ്യപ്പെടുത്തുക. എത്ര സ്പഷ്ടം എന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിക്കാനുള്ള അവസരം. അതായത് ഭഗവാൻ പറയാണ്, നല്ല നല്ല കർമ്മങ്ങളൊക്കെ നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ട്, നീ നിന്റെ മുന്നിൽ കാണുന്ന അധർമ്മങ്ങളൊക്കെ ഇല്ലാതാക്കി ധർമ്മമൊക്കെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ച് പാവങ്ങളെ സഹായിച്ച് മറ്റുള്ളവരെ നന്നായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ട്, നീ മറ്റുള്ളവരെ കുറിച്ച് തെറ്റ് ചിന്തിക്കാതെ, അസൂയ ചിന്തിക്കാതെ, അഹങ്കാരിയാവാതെ, നിർമ്മലനായി, സ്നേഹവാനായി, സ്നേഹമുള്ളവനായി നീ ജീവിച്ചാൽ നിനക്ക് മോക്ഷം ഉറപ്പാണ്. പിന്നെ നിനക്കൊരു പുനർജന്മമില്ല. നീ എവിടേക്കാ വരുന്നതെന്നറിയോ? എന്റെ അടുത്തേക്ക് നീ വരും, എന്നിട്ട് ഞാൻ നിന്നെ നോക്കും. ഒരു കുഞ്ഞിനെയൊക്കെ നോക്കുന്ന പോലെ നിന്നെ ഞാൻ പരിപാലിക്കും. നിനക്ക് പിന്നെ ഒരു ജന്മം ഞാൻ തരില്ല. എന്റെ അടുത്തിരിക്കാം, എന്റെ അടുത്ത് കിടന്നുറങ്ങാം, എന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. എന്ത് രസാ നോക്കൂ, ഭഗവാന്റെ അടുത്തിരിക്കുക, ഭഗവാന്റെ അടുത്ത് ഇരിക്കുക, ചിരിക്കുക, കളിക്കുക, രസിക്കുക, തമാശ പറയാം, ഭക്ഷണം കഴിക്കുക. അതിനൊക്കെ ഏക മാർഗം, ഒറ്റ മാർഗമുള്ളൂ. എന്താ മാർഗം? ഇപ്പോഴുള്ള ജീവിതത്തില് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ ഭഗവാനെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ശ്രീകൃഷ്ണന്റെ കഥകളും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ നോക്കൂ. ശ്രീകൃഷ്ണൻ ഭയക്രോധാകുലനായി കണ്ണും തുറിച്ച് നിൽക്കുന്ന ഫോട്ടോ എവിടെയല്ലേ? എവിടെയും കാണില്ല. ശ്രീകൃഷ്ണന്റെ കഥയിൽ പോലും ഇല്ല. കാളിയ മർദ്ദനം നടക്കുമ്പോ പോലും ആ നൃത്തം ചെയ്യുന്നത് ഉല്ലാസനായിട്ടാണ്. ഒരാളെ കൊല്ലാനാണെന്നുള്ളത് വേറെ കാര്യം. മധു എന്ന രാക്ഷസനെ കൊല്ലാൻ ശ്രമിക്കുന്നത് നമ്മൾ ആ കഥ വായിച്ചാൽ അറിയാം. എന്ത് രസാവഹമായിട്ടാ ചെയ്യുന്നത്. കുഞ്ഞാവുമ്പോ മുല കുടിച്ച് കൊല്ലാൻ വന്ന രാക്ഷസിനെ മുല കുടിച്ചിട്ട് തന്നെ കൊന്നു തീർക്കുന്ന കൃഷ്ണനെ നമ്മൾ കണ്ടിട്ടില്ല. ചിരിച്ചിട്ട് എന്ത് രസമായിട്ടാ. ആ ഒരു മന്ദഹാസം, ആ ഒരു ചിരി, ഇതാണല്ലോ നമ്മുടെ ഓരോരുത്തരും മറ്റുള്ളവരെ ഉയർത്താൻ ഉപയോഗിക്കേണ്ട മാർഗം. ഈ സങ്കടങ്ങളും സന്താപങ്ങളും നിറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ തളർത്തുന്നതിന് പകരം എന്റെ സങ്കടങ്ങളും മറ്റും നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ട് ഭഗവാനോട് മാത്രം പറഞ്ഞിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നിടത്തല്ലേ ഒരു മനുഷ്യൻ വിജയിക്കുന്നത്. അതായിരുന്നു ഭഗവാന്റെ വിജയം. ഗോപികമാരും ഗോപന്മാരും പശുക്കളും എല്ലാം ആ ഓടക്കുഴൽ നാദത്തിന്റെ പിറകെ പോയി എങ്കിൽ അവർക്ക് ഭഗവാൻ ഒരു ആശ്വാസമായിരുന്നു, ഒരു അത്താണിയായിരുന്നു. അതുകൊണ്ടല്ലേ? ചിന്തിച്ചോ. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഭഗവാനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കർമ്മമാർഗത്തെ സ്വീകരിക്കാനാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗം നമ്മളോട് പറയുന്നത്. എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കൂ. അപ്പൊ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ആത്യന്തികമായ സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള ജ്ഞാനമാർഗം, ഇവയാണ്
ഈ പറഞ്ഞ 3 മാർഗം എന്ന് പറയുന്നത്. ഭക്തിമാർഗം, എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സമർപ്പിച്ച് ആശ്രയിക്കുന്ന കർമ്മമാർഗം, ആത്യന്തികമായ സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള ജ്ഞാനമാർഗം. ഈ 3 മാർഗങ്ങളെ നമ്മൾ സ്വീകരിച്ചാൽ ഭഗവാന്റെ അടുത്തെത്താൻ പെട്ടെന്ന് സാധിക്കും. ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം. ഈ 3 മാർഗങ്ങളെ നമ്മൾ കോർത്തിണക്കിയാൽ മതി. ഇതിലുള്ള ഒരു ഭാഗത്തിനും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കരുത്. ഇതിലുള്ള ഒരു മാർഗത്തിനും അപകടം ഉണ്ടാക്കരുത്. അപ്പോ മനസ്സിനെ പരിശുദ്ധമാക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ 3 മാർഗത്തെ നമ്മൾ സ്വീകരിച്ചാൽ അതിനർത്ഥം മനസ്സിനെ പരിശുദ്ധമാക്കുക എന്നുള്ളതാണ്. മനസ്സിനെ പരിശുദ്ധമാക്കുമ്പോ നമുക്ക് ജീവിതത്തിൽ തളരേണ്ടി വരില്ല. ജീവിതത്തിൽ നമുക്ക് പരാജയപ്പെടേണ്ടതായിട്ടും വരില്ല. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. 9-ാമത്തെ ശ്ലോകം പഠിച്ചിട്ടായിരിക്കണം 10ലേക്ക് വരേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് 9-ാമത്തതിനെ ഒന്നുകൂടി നമ്മുടെ മനസ്സിനുള്ളിൽ ഉറപ്പിച്ചത്. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഭഗവാൻ കൂടെ ഉണ്ടാവുന്നത്? നമ്മൾ ചെയ്യുന്ന സത്പ്രവർത്തികളുടെ പിറകെ ഭഗവാനുണ്ട്. എന്ത് 10-ാമത്തെ ശ്ലോകത്തിൽ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാന തപസാ പൂതാ മദ്ഭാവ ആഗതാഃ. വീതരാഗ ഭയക്രോധ, രാഗം, ഭയം, ക്രോധം എന്നിവ ഇല്ലാത്തവരായി എന്നെ തന്നെ ചിന്തിക്കുന്നവരെ, മന്മയ മാം ഉപാശ്രിത, എന്നെ ശരണം പ്രാപിച്ച ജ്ഞാന തപസാഹ ഭൂത, ജ്ഞാന തപസ്സുകൊണ്ട് നിർമ്മലമായി, ബഹവ ധാരാളം സാധകന്മാർ, മത് ഭാവം ആഗതാഹ എന്റെ ഭാവത്തെ പ്രാപിച്ചിട്ടുണ്ട്. ഭഗവാനെ പ്രാപിക്കാൻ നമ്മുടെ മുന്നിൽ 3 മാർഗങ്ങളുണ്ട്. 3 മാർഗം. ഈ 3 മാർഗം നമ്മൾ സ്വീകരിച്ചാൽ ഭഗവാനെ പ്രാപിക്കാൻ പറ്റും. ഏതാ? മനസ്സിൽ നിന്ന് രാഗം, ഭയം, ക്രോധം എന്നീ വികാരങ്ങളെ അകറ്റിയിട്ട് പ്രേമവികാരത്തോടുള്ള ഭക്തിമാർഗം സ്വീകരിക്കുക. നമുക്ക് തോന്നുന്നത് ഒരു ഈസി പ്രോസസ്സാന്നൊക്കെ തോന്നുന്നു. ഒരിക്കലും സാധ്യമല്ല. എന്നാ സാധിക്കോ? നിഷ്പ്രയാസം കഴിയും ചെയ്യും. എങ്ങനെ? ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറച്ചിലുകളും കുറവ് പറച്ചിലുകളും അസൂയയും ഓളെങ്ങനെയാണ്, ഓനിങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികളെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പിഴുതെറിഞ്ഞാൽ ടോട്ടലി രക്ഷപ്പെടും. എന്നാലേ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഏറ്റവും രസമുള്ള സംഭവം ഇതൊക്കെ കളയാൻ സാധിക്കുമോ എന്നുള്ളതാണ്, അല്ലെ? മനുഷ്യന് ഒരു 4 കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താം. അപ്പൊ രാഗം, പലതിനോടുമുള്ള അടുപ്പം നമ്മൾ ഒഴിവാക്കുക. ഭയം വേണ്ടേ വേണ്ട. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്ത് ഭയം? ക്രോധം ഏറ്റവും വലിയ ദോഷം. ഏറ്റവും വലിയ ദോഷം. നമ്മൾ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാപാപം. ഇത്രയും വലിയൊരു പാപം വേറില്ല. എന്നാ ദേഷ്യം വരില്ലേ? വരും. അതിനെ അടക്കാൻ കഴിയണം. അടക്കാൻ കഴിയുന്നവരുടെ കൂടെ ഭഗവാന് ഇരിക്കാൻ തന്നെ സാധിക്കും. നമ്മുടെ നാട്ടിലെ യോഗികളെ എടുത്തു നോക്കിക്കോ. സന്യാസി ശ്രേഷ്ഠന് ഇവരും കുറ്റം പറഞ്ഞു നടത്തുന്നവരാ. മറ്റുള്ളവരുടെ ദോഷം എന്നേക്കാൾ കൂടുതൽ നന്ന് അവൻ എന്ന് തോന്നുന്ന ഒരവസ്ഥ ഒരു യോഗിക്ക് വന്നാൽ അദ്ദേഹത്തെ യോഗി എന്ന് പറയാൻ കഴിയില്ല, സന്യാസി എന്ന് പറയാൻ പറ്റില്ല. മനസ്സിൽ നിന്ന് ദുഷ്ടചിന്തകളെ, നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാവർക്കും മനസ്സിലാവും, നെഗറ്റീവ് തോട്ട്സ് അല്ലെ, എടുത്ത് കളയണതിന്, വലിച്ചെറിയണതിന്. എന്തിനാ നെഗറ്റീവ് തോട്ട്സ്? അത് ഒഴിവാക്കാനുള്ള മാർഗത്തെ തേടലാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. അത് ഭക്തിമാർഗത്തിലൂടെ നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കാൻ പറ്റും.
മാലിന്യമുക്തമായ മനസ്സിലെ ഭഗവത് ചൈതന്യം പ്രകാശിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. മാലിന്യം നിറഞ്ഞ മനസ്സിൽ ഭഗവാൻ പോയിട്ട് ചെകുത്താന്മാർ മാത്രമേ അവിടെ ഇരിക്കൂ. കർമ്മങ്ങളെല്ലാം ഭഗവാന് വേണ്ടിയാണ്, ഈശ്വരന് വേണ്ടിയാണ്. ഈ ബോധം നമുക്കുണ്ടാവണം. ബലാപേക്ഷ ഇല്ലാതെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നതാണ് കർമ്മയോഗം. അപ്പൊ ഇതിഹാസ പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ ഇതെല്ലാം പഠിച്ച് മനനം ചെയ്ത് വിജ്ഞാനിയായി തീരുമ്പോ മനസ്സിനുള്ളിലുള്ള വിഷം മുഴുവൻ പോകും, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു യോഗിയുടെ ലക്ഷ്യം അതാവണം. അങ്ങനെയുള്ള യോഗികൾക്ക് എന്നെ മനസ്സിലാവും അർജുന. അപ്പൊ ഒരു യോഗം പരിശീലിക്കുന്ന സാധകന് ക്രമേണ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്നും ശരീര മനോബുദ്ധികളെ ആത്മജ്ഞാനത്തിനുള്ള ഉപകരണമാക്കി മാറ്റുക എന്നതുമാണ് ഭക്തി കർമ്മജ്ഞാന യോഗങ്ങളുടെ ലക്ഷ്യം എന്നും നമ്മൾ പഠിക്കണം. ജ്ഞാന കർമ്മ സന്യാസ യോഗം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതും അതല്ലേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും വിഷം എടുത്ത് കളയുക, അവിടെയെല്ലാം സച്ചിന്ത നിറയ്ക്കുക, നല്ല ചിന്തകളെ നിറയ്ക്കുക, ഭഗവാന്റെ കൂടെ നിൽക്കുക. അത് മാത്രമാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമാക്കേണ്ടത് എന്ന പഠനമാണിത്. അപ്പൊ ഭക്തി വേണം, കർമ്മം വേണം, ജ്ഞാനം വേണം. ഈ മൂന്ന് മാർഗത്തിലും വിഷം ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ ദുഷ്ടചിന്തകൾ ഉണ്ടാക്കരുത്. ഭക്തിയിൽ കുറച്ച് ദുഷ്ടത ഉണ്ടാക്കണ്ട. എനിക്ക് മാത്രം മതി എല്ലാം എന്ന് ചിന്തിക്കുന്ന ഭക്തി തെറ്റ്. ഞാൻ ചെയ്യുന്ന ഭക്തി ഭഗവാന് വേണ്ടി, അതാണ് ശരി. ഞാൻ ചെയ്യുന്ന കർമ്മം ഭഗവാന് വേണ്ടി, അതാണ് ശരി. എന്റെ ജ്ഞാനം ഭഗവാന് വേണ്ടി, അത് ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നിടത്താണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുക. ചെറിയ തെറ്റ് നമുക്ക് പറ്റിയാൽ പോലും ഭഗവാൻ ആ കൈ തന്ന് സഹായിച്ച് കൈ പിടിച്ചുയർത്തും, അപ്ലിഫ്റ്റ്, ഉയർത്തിക്കൊണ്ടു. എല്ലാവർക്കും നമസ്കാരം. നാളെ കാണാം വീണ്ടും. ഗീതൈവ പരമോധർമ്മ.